Hi all, welcome to my online demo class. +2 കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ്. ഏതാണ്ട് 6 മാർക്കോളം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. അതിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്? ഒരു സോളിഡ്സിൽ അതിൻ്റെ കൺസ്റ്റിറ്റ്യൂൻ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് വരുമ്പോഴാണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് സംഭവിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് crystal defect arises due to the irregularities in the arrangement of constituent particles in a solid. നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് അത്യാവശ്യം പോയിന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക, അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഈ ക്രിസ്റ്റൽ ഡിഫക്റ്റ് തന്നെ 2 തരത്തിലുണ്ട്, പോയിന്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും. അപ്പോൾ വാട്ട് ഈസ് പോയിന്റ് ഡിഫക്റ്റ്? നമുക്ക് ഈ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നില്ലേ, ആ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിക്കിൾസിനും ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ആ ലൊക്കേഷന് പറയുന്ന പേരാണ് ലാറ്റിസ് സൈറ്റ്. If a defect arises in a lattice site, then it is called a point defect. Point defect arises in at a particular point, അല്ലെങ്കിൽ particular lattice site of a solid. If it takes place on a row of solid, അല്ലെങ്കിൽ row of arrangementലാണ് എന്തെങ്കിലും ഡിഫക്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് പോയിന്റ് ഡിഫക്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് പോയിന്റ് ഡിഫക്റ്റ് ഡിസ്കസ് ചെയ്യാം. പോയിന്റ് ഡിഫക്റ്റ് തന്നെ 3 തരത്തിലുണ്ട്: സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. എന്തായിരിക്കും സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്? ഈ ഒരു ഡിഫക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ സോളിഡിൻ്റെ സ്റ്റോഷിയോമെട്രി ചേഞ്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഡിഫക്റ്റ് ആ സ്റ്റോഷിയോമെട്രിയെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇഫ് ദേ ഡിസ്റ്റർബ് ദ സ്റ്റോഷിയോമെട്രി ഓഫ് ദ സോളിഡ്, ദെൻ ദ ഡിഫക്റ്റ് ഈസ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ദെൻ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്, എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ക്രിസ്റ്റൽസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. നമുക്കിനി സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. They do not disturb the stoichiometry of the solid. The defect which do not disturb the stoichiometry of the solid is called a stoichiometric defect. It is also known as intrinsic defect and thermodynamic defect. അതായത് ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്താണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അയോണിക് സോളിഡ്സിലും നോൺ അയോണിക് സോളിഡ്സിലും. നോൺ അയോണിക് സോളിഡ്സിൽ കാണുന്ന ഡിഫക്റ്റുകളാണ് വേക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും. എന്താ ഈ നോൺ അയോണിക് സോളിഡ്? ഈ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ തമ്മിൽ ബോണ്ടിങ് ഇല്ലേ, അത് അയോണിക് ബോണ്ടിങ് അല്ലാത്ത കോവാലൻ്റ് ബോണ്ടിങ് പോലുള്ള നമ്മുടെ ഡയമണ്ട്, ഗ്രാഫൈറ്റ് ഒക്കെ നോൺ അയോണിക് സോളിഡാണ്. അപ്പോൾ അങ്ങനെയുള്ളവയിൽ കാണിക്കുന്ന ഡിഫക്റ്റാണ് വേക്കൻസി ഡിഫക്റ്റ് ഓർ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. എന്തായിരിക്കും വേക്കൻസി ഡിഫക്റ്റ്? ഒരു പാർട്ടിക്കിൾസ് അതിൻ്റെ എന്തെയ്യുന്നു, ആ ലാറ്റിസ് സൈറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ്. ലാറ്റിസ് സൈറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ സൈറ്റ് എന്തായിട്ട് മാറും? വേക്കൻ്റ് ആയിട്ട് മാറും. അങ്ങനെ അവിടെ ഡിഫക്റ്റ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് വേക്കൻസി ഡിഫക്റ്റ്. അപ്പോൾ വേക്കൻസി ഡിഫക്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മുടെ പാർട്ടിക്കിൾസ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേക്കൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാസ് കുറയുകയാണ് ചെയ്യുന്നത്. മാസ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡെൻസിറ്റി കുറയുന്നു. മക്കളെ, ഈ ഓരോ ഡിഫക്റ്റ് വരുമ്പോഴും ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നന്നായിട്ട് ഓർത്തിരിക്കണം. എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് വോയിഡ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ലാറ്റിസ് സൈറ്റ് എന്താണ്? പാർട്ടിക്കിൾസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്. ഇതിന് ഇടയിൽ കാണപ്പെടുന്ന വേക്കൻറ്റ് സ്പേസുകളിലെ ഇതിനെയാണ് നമ്മൾ വോയിഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിക്കിൾ ഈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വോയിഡ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽസിന് ഡിഫക്റ്റ് സംഭവിക്കില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഡിഫക്റ്റാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. അപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്ട്രാ പാർട്ടിക്കിൾസ് ഒക്കെയാണ് വന്ന് നമ്മുടെ വോയിഡിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ മാസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റിൻ്റെ ഫലമായിട്ട് ഡെൻസിറ്റി ഇൻക്രീസസ് ഇൻ നോൺ അയോണിക് സോളിഡ്സ്. ഇനി നമുക്ക് അയോണിക് സോളിഡ്സിനകത്തുള്ള ഡിഫക്റ്റിനെ കുറിച്ച് പറയാം. അയോണിക് സോളിഡ്സ് എന്താണ്? അയോണിക് സോളിഡ്സ് ഇതിലെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് ബോണ്ടിങ് ആയിരിക്കും. ഓർത്തിരിക്കുക, ഇവർ വേക്കൻസി ഡിഫക്റ്റ്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് കാണിക്കും. പക്ഷേ അവർ അയോണിക് സോളിഡ് കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫക്റ്റുകളാണ് ഫ്രങ്കൽ ഡിഫക്റ്റും ഷോട്ട്കി ഡിഫക്റ്റും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഫ്രങ്കൽ ഡിഫക്റ്റും ഷോട്ട്കി ഡിഫക്റ്റും. നമുക്കത് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താണ്? ഫ്രങ്കൽ ഡിഫക്റ്റ് ഒന്നാമത്തെ പോയിന്റ്, അയോണിക് സോളിഡ് കാണിക്കുന്ന ഡിഫക്റ്റാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അയോണിക് സോളിഡിൽ ഏതൊക്കെയായിരിക്കും പാർട്ടിക്കിൾസ്? അയോൺസുകളായിരിക്കും. ഏതൊക്കെ അയോൺസ്? കാറ്റയോൺസും ആനയോൺസും. അപ്പോൾ ഈ കാറ്റയോൺസ് ഏതെങ്കിലും ഒരു അയോൺസ് പാർട്ടിക്കിൾസിൽ അയോൺസ്
എന്ത് ചെയ്യുന്നു, യൂഷ്വലി കാറ്റയൂൺസ് ആണ് അവരുടെ ലാറ്റിസ് സൈറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, എസ്കേപ്പ് ചെയ്തിട്ട് അവരുടെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വന്നിരിക്കുന്നു. ലാറ്റിസ് സൈറ്റിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് യൂഷ്വലി കാറ്റയൂൺസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കും മക്കളെ, ഇവരുടെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് അത് എസ്കേപ്പ് ചെയ്യുമ്പോൾ അവിടെ വേക്കൻസി ഉണ്ടാകുന്നു, ഈ വേക്കൻസി ഡിഫക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വരുമ്പോൾ അവിടെ ഇൻഡസ്ട്രീഷ്യൽ എഫക്റ്റും ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ബോത്ത് വേക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും കൂടെ ചേരുന്നതാണ് ഏത് നമ്മുടെ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ അതിലെ പാർട്ടിക്കിൾസ് എങ്ങോട്ടും പോകുന്നില്ല, അതിൽ തന്നെ അവരുടെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് തന്നെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഡെൻസിറ്റി, മാസ് ഒന്നും മാറുന്നില്ല. അപ്പോൾ ഡെൻസിറ്റിക്ക് വല്ല ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഡ്യൂറിങ് ഫ്രങ്കൽ ഡിഫക്റ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ ഒരു ലൊക്കേഷൻ ചേഞ്ച് ചെയ്യില്ലേ സോളിഡ്, അതിൻ്റെ ആ ഒരു സോളിഡിൻ്റെ പാർട്ടുകൾ അതിൻ്റെ ആ സൈറ്റിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് വരുന്നു. അപ്പോൾ അതൊരു ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കേണ്ട അടുത്ത പോയിന്റ്, ഈ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡ്സിൻ്റെ പ്രത്യേകത, ദർ ഇസ് എ ലാർജ് ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് കാറ്റയൂൺസ് ആൻഡ് ആനിയോൺസ്. കാറ്റയൂൺസിൻ്റെ സൈസും ആനിയോൺസിൻ്റെ സൈസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഏതൊക്കെ സോളിഡ്സ് ആണ്? സിങ്ക് സൾഫൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ അയഡൈഡ്, ഇവയൊക്കെയാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ ആനിയോൺസിനെ സംബന്ധിച്ച് ഇവരുടെ കാറ്റയൂൺസിൻ്റെ സൈസ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. സിങ്ക് 2+, Ag+ൻ്റെയൊക്കെ സൈസ് വളരെ കുറവായിരിക്കും. അതാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഡെൻസിറ്റി റിമെയിൻ സെയിം. ദാറ്റ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലായിരിക്കും നമ്മുടെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, പാർട്ടിക്കിൾസ് എസ്കേപ്പ് ചെയ്യുന്നു പോകുന്നു. യൂഷ്വലി ആരാണ് പാർട്ടിക്കിൾ? കാറ്റയൂൺസ്. ഇതൊക്കെയാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ലാർജ് ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് കാറ്റയൂൺസ് ആൻഡ് ആനിയോൺസ്. ഇതിനടുത്ത് നമ്മൾ പറയുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റ്. അയോണിക് സോളിഡ് കാണിക്കുന്ന മറ്റൊരു ഡിഫക്റ്റാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇതൊരു വേക്കൻസി ഡിഫക്റ്റാണ്. ഒരു ലാറ്റിസ് സൈറ്റിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് കാറ്റയൂൺസും ആനിയോൺസും മിസ് ചെയ്ത് പോകുന്നു. ഈക്വൽ നമ്പർ ഓഫ് കാറ്റയൂൺസും ആനിയോൺസും മിസ് ചെയ്ത് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ മാസ് എന്ത് ചെയ്യുക? കുറയുക. അപ്പോൾ ഡെൻസിറ്റി കുറയുന്നു. അപ്പോൾ ഡെൻസിറ്റി കുറയുന്ന ഡിഫക്റ്റ് എന്താണ്? ഷോർട്ട് കീ ഡിഫക്റ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, കാറ്റയൂൺസിൻ്റെയും ആനിയോൺസിൻ്റെയും സൈസ് ഒരു ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. ദെൻ അവരുടെ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്. നിങ്ങളിത് നോക്കുക, ഞാൻ രണ്ടിടത്തും രണ്ട് ഡിഫക്റ്റ് എടുത്ത് ഞാൻ സിൽവർ ബ്രോമൈഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നെയിം ദ സോളിഡ് വിച്ച് ഷോ ബോത്ത് ഫ്രങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ആൻസർ പറഞ്ഞൂടെ? സിൽവർ ബ്രോമൈഡ്. ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. സിൽവർ ബ്രോമൈഡ് ഷോ ബോത്ത് ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഇനി മക്കളെ, ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോളിഡിൻ്റെ എക്സാമ്പിൾ തന്നിട്ട് അതെന്തുകൊണ്ട് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നില്ല. ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്, ലിഥിയം ക്ലോറൈഡ്. ലിഥിയം ക്ലോറൈഡ് എന്തുകൊണ്ട് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നില്ല? വൈ ലിഥിയം ക്ലോറൈഡ് ഡു നോട്ട് ഷോ ഫ്രങ്കൽ ഡിഫക്റ്റ്? നമുക്കതിനെ പറയാൻ പറ്റും, ലിഥിയത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയാൻ പറ്റും. എന്താണ് നമ്മുടെ കണ്ടീഷൻ? ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നതിൻ്റെ കണ്ടീഷൻ, there should be large difference in the size of cations and anions. ആ ഒരു പ്രോപ്പർട്ടി എവിടെ വരുന്നില്ല? ലിഥിയം ക്ലോറൈഡിന് വരുന്നില്ല. അതുകൊണ്ടാണ് ലിഥിയം ക്ലോറൈഡ് എന്ത് കാണിക്കാത്തത്? ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കാത്തത്. വൈ സോഡിയം അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റൻ ആണ്, വൈ സോഡിയം ക്ലോറൈഡ് ഷോ ഫ്രങ്കൽ ഡിഫക്റ്റ് ഡു നോട്ട് ഷോ ഫ്രങ്കൽ ഡിഫക്റ്റ്. അതും ഒരു PYQ ക്വസ്റ്റൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? വൈ സോഡിയം ക്ലോറൈഡ് ഡു നോട്ട് ഷോ ഫ്രങ്കൽ ഡിഫക്റ്റ്. റീസൺ ഇത് തന്നെയാണ്. നമുക്ക് എന്താണ് കണ്ടീഷൻ? ഒരു ഫ്രങ്കൽ ഡിഫക്റ്റിൻ്റെ കണ്ടീഷൻ എന്താണ്? ലാർജ് ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് കാറ്റയൂൺസ് ആൻഡ് ആനിയോൺസ്. അപ്പോൾ ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, കാറ്റയൂൺസിൻ്റെയും ആനിയോൺസിൻ്റെയും സൈസ് സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ് കാണിക്കുന്നത്. സിൽവർ ബ്രോമൈഡിൻ്റെ കേസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ട് ഓഡ് വൺ ഔട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ചോദിച്ചിട്ടുള്ളത് ഡെൻസിറ്റി കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഡിഫക്റ്റ് ഏതാണ് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്? ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇത്രയൊക്കെയാണ് ഇതിൽ നിന്ന് ചോദിച്ച PYQ ക്വസ്റ്റ്യൻസ്. ദെൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യേറ്റ് ഫ്രങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന്
വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ഈ പോയിന്റുകളെല്ലാം ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഡെൻസിറ്റിയുടെ കാര്യം നന്നായിട്ട് ഓർത്തിരിക്കുക. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താണെന്നും ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണെന്നും മനസ്സിലാക്കുക. ഞാനത് പിക്ടോറിയലായിട്ടൊന്ന് പറയാം. ഫ്രങ്കൽ ഡിഫക്റ്റ് ഒരു ലാറ്റിസ് സൈറ്റിൽ നിന്നും അത് എവിടേക്ക് പോകുന്നു? ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് പോകുന്നു. ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ്, ഇപ്പോൾ Na+, 2 Na+ഉം 2 Cl- അതിൻ്റെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് എവിടേക്ക് പോകുന്നു? എസ്കേപ്പ് ചെയ്തു, മിസ്സായി പോകുന്നു. അതാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇവിടെ നമ്മൾ നോക്കുക, എന്തെങ്കിലും സ്റ്റോഷിയോമെട്രിക് അല്ലെങ്കിൽ അതിൻ്റെ കാറ്റയോൺസിൻ്റെ ആനിയോൺസിൻ്റെ നമ്പർ കുറയുന്നെങ്കിലും ഇവിടെ ഷോർട്ട് കീ ഡിഫക്റ്റിൽ അത് ഒരേപോലെ തന്നെ ആയിരിക്കത്തില്ലേ? ഇപ്പോൾ 2 ആനിയോൺ പോയിട്ടുണ്ടെങ്കിൽ 2 കാറ്റയോണും പോകണം. അതുകൊണ്ടാണ് അവിടെ സ്റ്റോഷിയോമെട്രി ബാലൻസ് ചെയ്യുന്നത്. പക്ഷേ ഫ്രങ്കൽ ഡിഫക്റ്റിലോ അതുപോലെ തന്നെയാണ്, ഒന്നും പോകുന്നില്ല, എവിടെ തന്നെയാണ്, ലാറ്റിസ് സൈറ്റിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് മാറുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിലായി നൽകുക. താങ്ക് യു.